ഗേറ്റ് തുറന്നിട്ടില്ല, പൂട്ട് പൊളിച്ചിട്ടും ഇല്ല. പിന്നെ എങ്ങനെയാ നീ അകത്ത് കയറിയിരിക്കുന്നത്? പൂട്ട് പൊളിക്കുന്ന ചെലവല്ലേ, അതുകൊണ്ട് ഓട് പൊളിച്ചു വന്നേ. 30 രൂപയുടെ പൂട്ട് പൊളിക്കുന്നത് ചെലവാണെന്നും പറഞ്ഞ് 3000 രൂപയുടെ ഓട് പൊളിച്ചു വന്നത് എന്ത് കാര്യത്തിനാ? ഉപകാരം ചെയ്യാത്തവരെ ഞാൻ അടിക്കാറുണ്ട്. നോണയും കൂടി പറഞ്ഞ പിന്നെ അവന്റെ അവസാനം നിന്നെ. എവിടെടാ പോയി വിളിച്ചേ? ഏയ്, 3 വരെ ഞാൻ എണ്ണും. അതിനുള്ളിൽ ആരെന്നെ ആദ്യം വന്ന് തൊടുന്നോ അവനെ ഞാൻ വെറുതെ വിടും. അതല്ല ഞാനായിട്ട് വന്ന് കണ്ടുപിടിച്ച പിന്നെ അവൻ അടിയുടെ പൂരായിരിക്കും. 1 4 5. അവനോടാ കൊമ്പം മീശം വെച്ച് നീർക്കോലി പോലെ നേതാവ് ഉണ്ടായിരുന്നില്ലേ? അവൻ എവിടെ നിന്ന്? എവിടാ? എവിടെയാന്ന് പറടാ. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നോക്കിയേട്ടാ. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം വന്ന് തൊട്ടത് ഈ തടിയന്മാർ 2 ചീറ്റ് ചെയ്യാൻ നോക്കുക. എണീക്കടാ. ഒരു കറുത്ത നിറമുള്ളവൻ മറ്റൊരു കറുത്ത നിറമുള്ളവനെ അടിക്കാൻ പാടില്ല. എന്താടാ? കറുത്ത നിറമുള്ളവൻ കറുത്ത നിറമുള്ളവനെ അടിച്ചാൽ നാളെ വെള്ള നിറമുള്ളവൻ കറുത്ത നിറമുള്ളവനെ ഈസിയായി അടിക്കും. അപ്പൊ കറുത്ത നിറമുള്ളവൻ കറുത്ത നിറമുള്ളവനോട് നുണ പറയാമോടാ? അഡ്രസ് അതെങ്കിൽ പറയണ്ടടാ. എന്തിനോട് അഡ്രസ് മാറ്റി പറഞ്ഞേ? അല്ല ചേട്ടാ, അഡ്രസ് അറിയില്ല എന്ന് പറഞ്ഞാണോ ഇത്രയും അടിക്കുന്നത്? അഡ്രസ്സിന്റെ ഉടമസ്ഥൻ ഞാൻ തന്നെയാ. എന്റെ അഡ്രസ് ആണെന്ന് പറഞ്ഞാൽ ഇക്കണക്കിന് എന്നെ അടിയായിരിക്കും അടിക്കുക. അതുകൊണ്ടാണ് ഞാൻ അഡ്രസ് മാറ്റി പറഞ്ഞത്. ഈ അഡ്രസ് നിന്റെ ആണോ? അതെ അനിയ. അപ്പൊ നീയാണോ ദേവാ? അല്ല, അതെ അനിയ. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്ന്. എന്തിനാ? ഈ നാട്ടിലെ ഏറ്റവും വലിയ റൗഡിയാണല്ലേ നിങ്ങള്? അതെയോ? ആരാ അത് പറഞ്ഞത്? ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെ പറയുന്നേ. കണ്ടോടാ, ഞാൻ എത്ര വലിയ റൗഡിയാണെന്ന് ഇവന്റെ നാട്ടുകാർക്ക് അറിയാം, ഇവിടുത്തെ ചായക്കടക്കാരൻ അറിയില്ല. പറയൂ അനിയ, ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? എനിക്കൊരു ഉപകാരം വേണമായിരുന്നു. ആരെങ്കിലും അടിക്കണോ? അഭിനയിക്കണം.